വളരെ ലോകം അടക്കെ അവൾ പച്ചത്തെറികളാണ് പറയുന്നത്. ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഭാഗത്താൻ ചൗക്കട്ട ഉണ്ട് അവിടെ ചെന്ന് സുധിയോട് ചോദിക്കാം. രേണു എന്ന് പറഞ്ഞ ഇതുപോലെ അവിടെ പോയി കല്ലറ പോയി ചോദിക്കാനേ ഞാനും എക്സ്പോസ് ചെയ്ത വീഡിയോ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നെഗറ്റീവ്സ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. ചിരിച്ചു നിൽക്കാനുള്ള ഒരു തൊലിക്കെട്ടി രേണു സുധിയെ പോലെ ഉണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് നിൽക്കാം. അയ്യോ എന്നെ ഇത്ര നെഗറ്റീവ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്ര നെഗറ്റീവ്സ് ഒക്കെ പറയുന്നത്? ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും രേണു സുധിയുടെ വീഡിയോ ആയിട്ട് വന്നതിന് ആരും ഒന്നും പറയരുത്. രേണു സുധിയുടെ ഒരു കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കാം. അതവിടെ നിൽക്കട്ടെ. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പരമാവധി രേണുവിലുള്ള പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. രേണു എല്ലാവരെയും യൂസ് ചെയ്യാണ്. രേണുവിനെ പോലെ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. രേണുവിനെ പോലെ ആവണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ തുടക്കത്തിൽ ഇട്ടിരുന്നു. നമുക്ക് ഒന്നും കൂടി ആ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഒന്നുകൂടി കേട്ട് നോക്കാം. ഇറങ്ങി വന്ന ആ അവസരത്തില് ചെറുപ്പക്കാരെ ആമ്പിളരെ ലോകം അടക്കെ അവൾ പച്ചത്തെറികളാണ് പറയുന്നത്. എന്നിട്ട് അവൾക്ക് ഇപ്പം ഉദ്ഘാടനമായി പിന്നെ വീട് വെച്ചു കൊടുക്കുന്നു, ഒരുപാട് ആൾക്കാർ പോയി കാണുന്നു. അങ്ങനെ എന്തൊക്കെ പ്രത്യേകതകൾക്ക് അവൾക്ക് സപ്പോർട്ടായി ഇപ്പോൾ ആളുകൾ നിൽക്കുന്നു. ഞങ്ങൾ നിസ്സാര ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇത്രത്തോളം അനാവശ്യമായ രീതികൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാ അതിനകത്ത് കാണിച്ചത്. പുള്ളിക്കാരി ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്, പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അണ്ടറിൽ വരുന്ന ഓരോ കമന്റിന് റിയാക്ട് ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് രേണു സുധി തുടക്കത്തിൽ എന്താണോ ചെയ്തത് അതേപോലെ രേണുവിനെ പോലെ ഭയങ്കര വലിയൊരു സെലിബ്രിറ്റി ആയി മാറാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടായിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിനെ കാണുന്നത്. ആ ചേച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ എടുക്കുന്നു, ആ ചേച്ചിയുടെ ഹസ്ബൻഡാണോ വേറെ ഏതെങ്കിലും ആൾക്കാരാണോ എന്നൊന്നും അറിയില്ല. ഒരു വീഡിയോ ആ ചേച്ചി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ താഴെ വന്നിരിക്കുന്ന നെഗറ്റീവ് കമന്റുകളുടെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ആ ചേച്ചി വന്നിരിക്കുന്നത്. ഇങ്ങനൊരു വീഡിയോ ഇടുമ്പോൾ ചേച്ചിക്ക് അറിയില്ലായിരുന്നോ ഇത്ര നെഗറ്റീവ് കമന്റുകൾ വരും എന്നുള്ളത്? തീർച്ചയായിട്ടും അറിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചേച്ചി ആ ഒരു വീഡിയോ ഇട്ടത്. കാരണം രേണുവിനെ പോലെ ആകാൻ വേണ്ടിയിട്ട്. അതാണ് ചേച്ചി ഈ വീഡിയോയിൽ തന്നെ ചേച്ചി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രേണു എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ ചെറുപ്പക്കാരടക്കം എത്രയോ പേരെ മോശം പറഞ്ഞു. ഇപ്പോൾ എന്തെങ്കിലും വലിയ ആൾക്കാർ വീട് വെച്ച് കൊടുക്കുന്നു, ഇനോഗ്രേഷൻ വിളിക്കുന്നു, അങ്ങനെ വലിയ ആളായില്ലേ എന്നും കൂടി ആ ചേച്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ തലയുടെ ഉള്ളിൽ അതാണ്. പിന്നെ നാവുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു ഇടം നേടാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പാവം ചേച്ചി ഒരു കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഈ പുള്ളിക്കാരി രേണുവിനെ പോലെ ആകാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ്. എക്സ്പോസ് ചെയ്യണോ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ കൂടെ വീഡിയോസിലും ഫോട്ടോസിലും ഒരു ചെറുക്കൻ വരുന്നുണ്ട്. ചെറുക്കൻ്റെ കൂടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നീ എന്റെ ഇല്ല, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. എന്തൊരു കഷ്ടമാണ് നോക്കണേ അല്ലേ. രേണുവിനെ പോലെ ആവാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇമാതിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇമാതിരി എക്സ്പോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും വൈറൽ ആവാൻ പറ്റും. എന്നെയും സോഷ്യൽ മീഡിയ വലിച്ചു കീറും. എനിക്കും വൈറൽ ആവാൻ പറ്റും. എന്നെയും ബിഗ് ബോസിൽ എടുക്കും. എന്നെ ഇനോഗ്രേഷൻ നാടമുറിക്കാൻ വിളിക്കും എന്നുള്ള സ്വപ്നം കണ്ടിട്ടാണോ ഈ ചേച്ചി വന്നിരിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. രേണു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ നെഗറ്റീവ് കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി വന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടന്റെ ഭാര്യയായിരുന്നു. സുധി എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ടാണ് രേണു സുധിക്ക് ഇത്രമാത്രം പേര്. രേണു എന്ത് കോപ്രായം കാണിച്ചാലും അന്യപുരുഷന്റെ കൂടെയാണ് രേണു സുധി ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, പകല് പോലെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രേണുവിന്റെ വീഡിയോ കാണാനും ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ
എന്തിന് ഇങ്ങനെ ഒരു ചെക്കന്മാരുടെ കൂടെ വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയായതും. അതാണ് പ്രേക്ഷകർ നെഗറ്റീവോട് കൂടി എടുത്ത് അവർക്ക് ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് രേണു അത് നെഗറ്റീവ് ആണെങ്കിൽ ആ സെൻസിലാണ് എടുക്കുന്നത്. നെഗറ്റീവാണ് രേണുവിന് കൂടുതൽ താല്പര്യമുള്ളത് നെഗറ്റീവ് തന്നെയാണ്. കാരണം നെഗറ്റീവ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാളാണല്ലോ. രേണു അങ്ങനത്തെ എക്സ്പോസ് ചെയ്തു എന്നൊന്ന് പറഞ്ഞുകൊണ്ട് രേണു അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടു, സാരി ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ച് ഒക്കെ ഉടുത്തു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ആൾക്കാർ വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, രേണു സുധി വേറെ, സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ്. ആ ഒരു പേരുള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നത് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ പറ്റില്ല എന്നല്ല കേട്ടോ. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൈറലാവാൻ പറ്റും. രേണുവിനെ മാതൃകയാക്കി രേണുവിനെ പോലെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചേച്ചിയാണ്. ഇതേപോലെ ഒരുപാട് പേര് രേണു സുധിയെ പോലെ ആവാൻ വേണ്ടി നടക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം ഒന്നുള്ളൂ, റീച്ച് വേണം, അല്ലെങ്കിൽ രേണു പൈസ കിട്ടണം, ബിഗ് ബോസിൽ കയറണം എന്നുള്ളതൊക്കെ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും ഇവരും ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സുധി എന്ന് പറയുന്ന ആ ഒരു പേരുള്ളത് കൊണ്ടാണ് രേണു പിടിച്ചു നിൽക്കുന്നത്. രേണു സുധിയെ എല്ലാവർക്കും അറിയാം, സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ് എന്നുള്ള പേരിൽ. അതുകൊണ്ടാണ് രേണു സുധിക്ക് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും രേണു സുധി കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. അല്ലാതെ രേണു സുധി ഇങ്ങനെ എക്സ്പോസ് ചെയ്ത വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എക്സ്പോസ് ചെയ്ത വീഡിയോ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നെഗറ്റീവ്സ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ കേൾക്കാനും അതൊക്കെ കേട്ടിട്ട് ചിരിച്ചു നിൽക്കാനുള്ള ഒരു തൊലിക്കെട്ടി രേണു സുധിയെ പോലെ ഉണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് നിൽക്കാം. അഥവാ നെഗറ്റീവ് കേട്ടിട്ട് ഉടനെ തന്നെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അയ്യോ എന്നെ ഇത്ര നെഗറ്റീവ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്ര നെഗറ്റീവ്സ് ഒക്കെ പറയുന്നത്, ഞാനൊരു വീഡിയോ ഇട്ടതിൻ്റെ പേരിലാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ബ്ലെയിം ചെയ്യാൻ വന്നേക്കരുത്. അതും നിങ്ങൾക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ രേണു സുധിയെ മാതൃകയാക്കി ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും രേണു സുധിയെ മാതൃകയാക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു വോയിസ് ക്ലിപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എനിക്കൊരു റിക്വസ്റ്റ് പോലെയാണ്. രേണു സുധിയെ സംബന്ധിച്ച് ഇപ്പോൾ കാർ എടുക്കാനുള്ള വരുമാനമുണ്ട്. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് അവരുടെ കഷ്ടപ്പാട് ഇൻ ദ സെൻസ് അവർക്ക് വരുന്ന നെഗറ്റീവ്സ് എല്ലാം തന്നെ അവർ ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നെഗറ്റീവ്സ് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് അവരെ ഇടുകയും നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ഇതുപോലെ ഒരുപാട് വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തിട്ട് തന്നെയൊക്കെയാണ് അവർക്ക് നല്ല റീച്ച് കിട്ടിയത്, അവർക്ക് കുറേ വർക്ക് കിട്ടിയത്. അവർ ബിഗ് ബോസിൽ കയറി അവർക്ക് പുറത്ത് ഇനോഗ്രേഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി, അവർക്ക് നല്ല എമൗണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അത് അവരുടെ ജീവിത ശൈലി കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നല്ല കാര്യമാണ്. ഒരാൾ രക്ഷപ്പെടുന്നത്, ജീവിതത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. നമ്മളത് നല്ല രീതിയിൽ തന്നെ കണ്ടാൽ മതി. അവർ കഷ്ടപ്പെട്ട് അവരുടെ മനസ്സുറപ്പ് കൊണ്ട് ജീവിച്ചൊരു പെണ്ണ്, ആ സ്ത്രീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കട്ടെ. എല്ലാവരും ജീവിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ്, കഷ്ടപ്പെടുന്നതും പൈസക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാം. എന്റെ വീട്ടിൽ വന്നിട്ട് വാടക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഒരു സെലിബ്രിറ്റി അല്ലേ, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വാടക കാര്യങ്ങൾ കൊടുത്തു കേട്ടോ സാർ. അതെന്നാ പറ്റി, അപ്പം അവര് പുള്ളിക്കാരത്തി അവരുടെ ഫാദർ കാര്യം ഉടായിപ്പാ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അവര് താമസം തുടങ്ങി കഴിഞ്ഞ് ഞാൻ എപ്പം ചെന്നാലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കയറാനോ നോക്കാനോ ഒരു സൗകര്യമില്ല. പിന്നെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇടയില്ല. കാര്യം നോക്കുമ്പോൾ എന്നാന്നറിയാമോ, ഇവര് ഭാര്യയ്ക്കും ഭർത്താവിനുമാണ് പിള്ളേർക്ക് വേണ്ടി കൊടുത്തെങ്കിലും ഭാര്യ, ഭർത്താവ്, 2 കുട്ടികളെ, അച്ഛനും അമ്മയും, അതുകൂടാതെ രേണുവിന്റെ ആങ്ങളെയും ഭാര്യയും പിള്ളേരും 10 പേരാ വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ട വോയിസ് രേണു മുമ്പ് 2021 വാടകയ്ക്ക് താമസിച്ച സമയത്തുള്ള ആ വീട്ടിലെ ഓണറിന്റെ വോയിസ് ആണ്. ഇതിനകത്ത് അവർ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ടാങ്കിന്റെ ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തു, 7,000 രൂപ എന്തോ മുടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് അവർക്ക് വാടകയ്ക്കുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവരത് പറയുന്നത്. അവരുടെ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. അവരുടെ വീട്ടിൽ ചെന്നു, പുതിയ വീട്ടിൽ ചെന്നു, ആചാര്യമുക്കില്ല പുതിയ വീട്ടിൽ ചെന്നു ബിഷപ്പിന്റെ. അവിടുന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാഗത്താണ്ടി പറയാം ചൗക്കട്ടുണ്ടേ അവിടെ ചെന്ന് സുധിയോട് ചോദിക്കാം. അവൾ പറയാം ആരത് പറഞ്ഞത്? രേണു രേഷ്മ അവിടെ പേര് രേണു തന്നെ. രേണു എന്ന് പറഞ്ഞ ഇതുപോലെ അവിടെ പോയി കല്ലറ പോയി ചോദിക്കാനേ. രേഷ്മ തങ്കച്ചൻ പുതുക്കാട്ട് വീട് കൊണ്ടാണ് അവിടെ അപ്പന്റെ പേരിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എന്നെ വീട്ടിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടോ ഇനി പോന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഒന്ന് കയറിയപ്പോൾ ആ പുള്ളിക്കാരൻ തന്നെ കുറെ ഒത്തിരി എല്ലാം പറഞ്ഞു. നാണമില്ലേ ഇങ്ങനെ നടക്കുവാണോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചിലവ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാവോ, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ് തരണ്ട എന്നും പറഞ്ഞ് ഞാൻ സാറേ പോന്നു. ഇപ്പോ ഈ വോയിസ് ഇത് മുൻപ് 2021 രേണു സുധി താമസിച്ച വാടക വീട്ടിലെ ഓണറിന്റെ വോയിസ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഈ സംഭവം ചുരുക്കി പറയുകയാണെങ്കിൽ വാടക കൊടുക്കാനുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ
എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആ വീടിന് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരന്റെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് ഇവരെ അവിടെ 10 പേരെ അവിടെ താമസിപ്പിച്ചത്. വാടക പോലും കൊടുത്തിട്ടുണ്ടായില്ല. പുതിയ വീട് വന്നു, ബിഷപ്പ് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ. അപ്പോൾ അങ്ങോട്ടേക്ക് അവർ മാറി. പുള്ളിക്കാരന്റെ പൈസക്ക് വേണ്ടി പുള്ളിക്കാരൻ അച്ഛനെ സമീപിച്ചിട്ട് ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ രേണു പറഞ്ഞ വാക്കുകളാണ് ഈ പുള്ളി ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ കല്ലറയിൽ പോയി ചോദിക്കാൻ, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ കല്ലറയിൽ പോയി ചോദിക്കാൻ, ഒരു 10-13,000 രൂപയുടെ ഒന്ന് കൊടുക്കാനുണ്ടെന്ന്. ഭയങ്കര ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭയങ്കര വലിയത് പറയുകയും ചെയ്യും. എന്നിട്ട് ഇതാ ഇപ്പോൾ വേറെ കെട്ടാൻ പോകുന്നു എന്നും പറയും, അല്ലെങ്കിൽ ലിവിങ് ടു തന്നെ പോകുന്നു പറയും, ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും പറയും. പിന്നെ വന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനെ പറയുന്ന വർത്താനമാണോ നിങ്ങൾ ഈ കേട്ടത്? ഈ പുള്ളിക്കാരനെ വെറുതെ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, വോയിസ് ക്ലിപ്പാണ്, വോയിസാണ് നിങ്ങൾ കേട്ടത്. ഈ ഒരു വോയിസാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ രേണുവിൻ്റെ ഡബിൾ ഫേസ് ആണ് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ, അതായത് രേണു സുധിക്ക് ഇപ്പോൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കുക. ഇപ്പോൾ രേണുവിന് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കിട്ടുന്നുണ്ട്, പൈസ കൊടുക്കാനുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും രേണുവിനുണ്ട്. അപ്പോൾ പിന്നെ കടം അത് ആരുണ്ടാക്കിയതാണെങ്കിലും കൊടുക്കാനായിട്ടുള്ള മനസ്സ് വേണം, അല്ലെങ്കിൽ കൊടുത്ത് തീർക്കണം, മറ്റുള്ളവരുടെ പൈസയാണ്, അപ്പോൾ അത് നമ്മൾ കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കുക. എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടാണ്, രേണു പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പണിയെടുക്കുന്നത്, എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ പൈസ ചോദിച്ച് അവിടെ വരുമ്പോൾ അത് കല്ലറയിൽ പോയി ചോദിക്കുക എന്നല്ല പറയേണ്ടത്. രേണുൻ്റെ ഇപ്പോൾ പൈസ ഉണ്ടെന്ന് രേണു പറയുന്നതിൽ ഇപ്പോൾ പൈസ ഉണ്ടെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു. ആ അഭിമാനം പൂർണ്ണമാവണമെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ വായും കൂടെ അടപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ ചോദിച്ചു വരാതിരിക്കണം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടാനുള്ളവർ കാണുമ്പോൾ ചോദിച്ചു നോക്കാം, ഞങ്ങളുടെ പൈസയല്ലേ തരും എന്നുള്ളൊരു ധാരണയിലായിരിക്കും ഇവരൊക്കെ വരുന്നത്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ഓണർ പറയുന്നുണ്ട്, രേണു സുധിക്ക് വീട് വാടകയ്ക്ക് കൊടുത്തു. ഈ രേണു സുധിയും രേണു സുധിയുടെ 2 മക്കളും സുധി ചേട്ടനും ഇവർക്ക് 4 പേർക്കും വേണ്ടി കൊടുത്ത വീടാണെങ്കിലും ആ വീടിനകത്ത് രേണു സുധിയുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവരുടെ ഫാമിലി, അങ്ങനെ 10 പേരാണ് താമസിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ അകത്തേക്ക് പോലും കയറാൻ പറ്റൂല, അത്രയ്ക്ക് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടെന്ന്. വീട് നശിഞ്ഞു, വീട് പൊട്ടയാണ്, വീട് ഇടിഞ്ഞ് താഴെ വീഴുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അച്ഛൻ ഒരു ഇഷ്ടദാനം കൊടുത്തതാണ്, വീട് വെച്ചു കൊടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടദാനം കൊടുത്ത സ്ഥലത്തിനും വീട് വെച്ചു കൊടുത്ത ആൾക്കാർക്കും എതിരെ രേണു എത്തിയിട്ടുണ്ടായിരുന്നു, എന്തൊരു വീടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രയും പേര് താമസിക്കുന്ന വീട് അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട് തീർച്ചയായിട്ടും നശിക്കും. ഇപ്പോ 10 പേര്, ഇപ്പൊ 2 പേര് വീട്ടിലില്ല, കിച്ചു അവിടെ എല്ലാ കൊല്ലത്താണ് നിൽക്കുന്നത്, ബാക്കിയുള്ള 8 പേരും ഈ അച്ഛൻ കൊടുത്ത വീട്ടിലായിരിക്കുമല്ലോ നിൽക്കുക. വാടക വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിൽക്കാതിരിക്കോ? തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഈ വീട്ടിലായിരിക്കും നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട് കേടായി പോകും. അങ്ങനെ കേടായ വീടിനെ അച്ഛൻ കൊടുത്തതാണ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വീടല്ല അവർ വെച്ചു കൊടുത്തത്, റബ്ബർ തോട്ടത്തിനുള്ളിലുള്ള സ്ഥലം തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണു എത്തിയിട്ടുണ്ടായിരുന്നത്. രേണു വളരെ പരിഹസിച്ചുകൊണ്ടുള്ള വ്ലോഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പലരും പറഞ്ഞു കേട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതും എൻ്റെ ചെവിയാലെ കേട്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. രേണുവിൻ്റെ തന്നെ ഒരു വ്ലോഗിലാണ് ഞാനത് കണ്ടത്, വീഡിയോയിലാണ് ഞാനത് കണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് വീട് നശിഞ്ഞെന്നുള്ളത് കിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർ അത് നോക്കണം എന്നുള്ള രീതിയിൽ കിച്ചുവിന്റെ വോയിസ് ക്ലിപ്പ് കുറച്ച് നാൾ മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നോ അതും ഇതും കൂടി കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ആ വീട് നശിഞ്ഞു, എന്തുകൊണ്ട് ആ വീട് ഇല്ലാതായി എന്നുള്ളത്. എന്നിട്ടും അവർക്കെതിരെ രേണു വന്നിട്ടുണ്ട്. ഇഷ്ടദാനം കൊടുത്തതാണ്, ഇഷ്ടദാനം കൊടുത്തതിന്റെ വാല്യൂ പോലും മനസ്സിലാക്കാതെ രേണു സുധി അവർക്കെതിരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നന്ദികേടാണ്. ഇങ്ങനൊരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് രേണു സുധി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുക. അപ്പൊ രേണുവിനെ അനുകരിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നവർ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും